ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇത്. കുണ്ടറ താലൂക്ക് ആശുപത്രി 76 കോടി 15 ലക്ഷം രൂപയ്ക്ക് കിഫ്ബിയിലൂടെ നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ള പുതിയ കെട്ടിടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. 10 വർഷം മുൻപത്തെ നമ്മുടെ ഈ ആശുപത്രിയുടെ സ്ഥിതി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓടിട്ട ഒരു കെട്ടിടത്തിലാണ് അന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രി ഉണ്ടായിരുന്നത്. അന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയിരുന്ന ആരോഗ്യ കേന്ദ്രങ്ങളുടെ കെട്ടിടങ്ങൾ വിസ്മയകരമായ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കി. 10 വർഷം നമ്മൾ തുടങ്ങുന്ന ഒരു 10 വർഷം മുമ്പത്തെ ഒരു കണക്കും ഇപ്പോഴത്തെ കണക്കും നമ്മളൊന്ന് എടുത്താൽ മാതൃമരണ നിരക്ക് 10 വർഷം മുൻപ് 43 ആയിരുന്നെങ്കിൽ അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും കുറവ് മാതൃമരണ നിരക്കാണ് കേരളത്തിൽ ഉള്ളത്. നവജാത ശിശു മരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവ് നവജാത ശിശു മരണ നിരക്കാണ് കേരളത്തിൽ ഉള്ളത്. ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 5 അത് ചുരുക്കാൻ നമുക്ക് കഴിഞ്ഞു, കുറയ്ക്കുവാൻ നമ്മൾ കഴിഞ്ഞു. അമേരിക്കൻ ഐക്യനാടുകൾ, നമ്മളെപ്പോഴും കാണുന്ന വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ ശിശുമരണ നിരക്ക് 5.6 ആണെങ്കിൽ 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ശിശുമരണ നിരക്ക് 5 കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത് സാധിച്ചത്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ പെൺകുട്ടി നമ്മുടെ രാജ്യത്തുള്ള വ്യക്തിയല്ല, അവൾ നേപ്പാൾ സ്വദേശിനിയാണ്. അവൾ എന്തിനാണ് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നത് എന്നറിയാമോ? അവൾ ചികിത്സ തേടി വന്നതാണ്. എന്ത് ചികിത്സയാണ്? അവൾക്ക് ഹൃദയം മാറ്റിവെക്കണം. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ അവർ അഭയം തേടി. എങ്ങനെയാണ് അഭയം തേടിയത്? എറണാകുളം ജനറൽ ആശുപത്രിയിൽ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ള സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഒന്നാന്തരം ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഒന്നാന്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു. കേസോട്ടോയിലൂടെ ലൈസൻസ് ലഭ്യമാക്കി ഹൃദയം മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിരുന്നു. ആലോചിച്ച് നോക്കണം, ഒരു സർക്കാർ ആശുപത്രിയിലാണ്, ഒരു ജില്ലാ ആശുപത്രിയിലാണ്, ഒരു ജില്ലാ തലത്തിലുള്ള സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കുക എന്ന അതിസങ്കീർണവും വളരെ സാമ്പത്തികമായി ചിലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിനു വേണ്ടി കേരളം സജ്ജമായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള നയത്തിൻ്റെയും ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സ്വകാര്യ ആശുപത്രികളിൽ 55-60 ലക്ഷം രൂപയാണ്. സർക്കാർ ആശുപത്രികളിലോ സൗജന്യമായി നടക്കുന്നു. 2022 ഫെബ്രുവരി മാസത്തിലാണ് കോട്ടയത്ത് ആരംഭിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. ബോധപൂർവം കേരളത്തിലെ സർക്കാർ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് കോർപ്പറേറ്റ് ശക്തികൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നാം കാണണം.